ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സന്യാവർത്തന സ്വകാരാപണ തിരുനാളിന് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ക്രിസ്തുമാതാവിനെ കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ ശ്രമിച്ചത് 2 പ്രാവശ്യം അതാണ് സുവിശേഷം പറയുന്ന ഒരു കാര്യം. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. യോസേപ്പ് നിദ്രയിൽ ആയിരിക്കുമ്പോഴും ഈ വാക്ക് കേൾക്കുമ്പോൾ കന്യാഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവെന്ന് അറിയപ്പെടും. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളുടെ പുത്രനെ പ്രസവിക്കും. ഈ വാക്ക് യോസേപ്പിതാവിന് വ്യക്തമായി മനസ്സിലായി എന്നുള്ളതാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നാം വ്യക്തമായി കാണുന്ന ഒരു കാര്യം, പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന്റെ ആത്മാവുമായി, പരിശുദ്ധാത്മാവുമായി ഏറ്റവും സഹകരിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച, ദൈവകൃപയിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളതാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള ഭക്തിയെക്കുറിച്ച് വിശുദ്ധ പൗൾ ആറാമൻ മാർപ്പാപ്പ 1974 ഫെബ്രുവരി 2-ാം തീയതി പുറപ്പെടുവിച്ച മരിയാലിസ് കുൾത്തുസ്, മരിയ ഭക്തി എന്ന ആ തിരുവെഴുത്തിൽ പറയുന്നത്, മരിയ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവിന് പരിശുദ്ധാത്മാവുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഇന്നും വേണ്ട രീതിയിൽ സഭയിൽ മനസ്സിലാക്കപ്പെട്ടിരിക്കില്ല. അതുകൊണ്ട് രക്ഷാചരിത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എന്താണ്, പ്രത്യേകിച്ച് പരിശുദ്ധ റൂഹായും മറിയവും തമ്മിലുള്ള ആന്തരിക ബന്ധത്തെക്കുറിച്ചുള്ള പഠനം, അത് സഭയെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് വിശ്വാസത്തിന്റെ സത്യത്തെക്കുറിച്ചുള്ള ആഴമായ ധ്യാനത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് യഥാർത്ഥ ഭക്തി ഉളവാകേണ്ടതെന്ന് പരിശുദ്ധ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ഉറ്റ തോഴിയായി തീർന്ന, ദൈവത്തിന്റെ കൃപയോട് ഏറ്റവും സഹകരിച്ച വ്യക്തിയാണ്. പരിശുദ്ധാത്മാവുമായുള്ള നിഗൂഢമായ ബന്ധത്തിൽ നിന്നാണ് അവരുടെ സാർവത്രിക മാധ്യസ്ഥ്യം, മാതാവിന്റെ മധ്യസ്ഥയാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നത്. കൃപയുടെ ഉറവിടമായ ഈശോ മിശിഹ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനം വഴി മറിയത്തിലൂടെ ഇന്നും ആ കൃപ ചൊരിയുന്നു എന്ന് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ, മാതാവിനെ കുറിച്ച് ഏറ്റവും അധികം പഠിച്ച രക്തസാക്ഷിയായ ഒരു വൈദികനാണ് മാക്സിമില്യൻ കോൾബെ. ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് രക്തസാക്ഷിയായി 1941 രക്തസാക്ഷിയായ വിശുദ്ധനാണ്. അദ്ദേഹം മറിയത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ച ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറയുന്നത്, ദ സ്പൗസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആലയം എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. നമുക്കറിയാം, കൊറിന്തോസ് ലേഖനം 1 കൊറിന്തോസ് 3:16 നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് 6:19 പറയുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുന്നത് ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു ആലയമായി സ്വയം സമർപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ മറിയമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും സഹകരിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ മറിയം, പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭവതിയായത് എന്ന് യോസേപ്പിതാവിനോട് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ശ്രമിച്ചു. ലൂക്കായുടെ സുവിശേഷത്തില് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും
അങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണെന്നുള്ളതാണ്. ബൈബിൾ തുറക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ രൂപരഹിതമായ ഭൂമിയുടെ മുകളില് പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരുന്നതാണ്. അതാണ് ക്രിയേഷൻ, സൃഷ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. എന്നാൽ രക്ഷയും ന്യൂ ക്രിയേഷൻ, ആ രക്ഷ നടക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. അത് പരിശുദ്ധ കന്യാമറിയത്തിലാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് വരുന്നു, ശാന്തമായി വരുന്നു. പരിശുദ്ധാത്മാവ് വരുന്ന പല സംഭവങ്ങളും ബൈബിളിൽ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവിടെ ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ശാന്തമായ ഒരു നിശ്വസനമായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതേസമയം നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ ശക്തമായി അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അങ്ങനെ നിശബ്ദ ശാന്തമായി പരിശുദ്ധാത്മാവ് വരുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്മേലാണ്. കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വരുമ്പോഴും പരിശുദ്ധ കന്യാമറിയം അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. മാതാവും ശിഷ്യന്മാരും കൂടെ കൂടി ഇരിക്കുമ്പോഴാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. അപ്പോൾ മനുഷ്യാവതാരത്തിന് പെന്തക്കോസ്ത് പെരുന്നാളിൽ ഒക്കെ നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് മറിയത്തിലൂടെയാണ് നടക്കുന്നത്. മറിയത്തിലാണ് ഏറ്റവും അധികം വ്യക്തമായി കാണുന്നത്. ഇവിടെ പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ റുഹായെ സ്വീകരിച്ചു. ആ കൃപ, ദൈവത്തിന്റെ ഗ്രേസ്, കൃപ നിറഞ്ഞവളായി തീർന്നതെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 അദ്ദേഹം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേലുണ്ടായിരുന്നു. ഇതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മേലുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം കൂടാരമടിച്ചു. മാതാവിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം കൂടാരം പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിരന്തരം ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മാവിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഷെക്കീന എന്ന് പറയും. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 19-20 മേഘത്തൂണ്. അതുപോലെ തന്നെ സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ മേഘം ആവരണം ചെയ്തു. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 23 വരെയുടെ വാക്യങ്ങളില് ഇതുപോലെ ദൈവിക മേഘം, ദൈവിക ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധ മാതാവിന്റെ മേൽ ചൂഴ്ന്നു നിന്നിരുന്നു, നിറഞ്ഞു നിന്നു. ആത്മാവുള്ള മേൽ വസിച്ചു, ആത്മാവിടെ ഉള്ളിൽ വസിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അവിടെ മാതാവിന്റെ ആ സാന്നിധ്യം എപ്പോഴും പരിശുദ്ധാത്മാവിനെ പകരുന്ന സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം എലീശോയെ സന്ദർശിച്ചു. അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതാണ്, മറിയത്തിന്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ശിശു എലീശോയുടെ ഉദരത്തിൽ കുതിച്ച് ചാടിയെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ഗർഭസ്ഥ ശിശു പോലും കുതിച്ച് ചാടുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പകരുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലയമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. മാതാവിന്റെ ആ വലിയ സാന്നിധ്യം എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമുക്ക് പകരുന്ന സാന്നിധ്യമാണ്. മാതാവിന്റെ സാന്നിധ്യം വഴി പരിശുദ്ധാത്മാവിനെ അവിടെ നൽകുകയാണ്. അതുപോലെ തന്നെ പെന്തക്കോസ്ത് തിരുനാളിൽ ഐക്കൺ ചിത്രങ്ങളെ കാണാൻ സാധിക്കും. മാതാവ് നടുക്കും ശിഷ്യന്മാരെ ചുറ്റുമാണ്. അങ്ങനെ ആദിമ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുകയാണ്. കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ, അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതയാണ്. മാതാവിന്റെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ഈ 2 വരവുകളും നടക്കുന്നത്. ഒന്ന് നിശബ്ദമായ വരവ്, 2 കൊടുങ്കാറ്റിന്റെ രൂപത്തിലുള്ള വരവ്. പരിശുദ്ധാത്മാവാണ്. സഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്.
വിശ്വാസിയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവുമായി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം. പരിശുദ്ധ റൂഹായുടെ ആ വരവിനെ കുറിച്ച് വിശുദ്ധ സഭാപിതാക്കന്മാര്, മഹാനായ ഇർണയോസ് എന്ന് പറഞ്ഞ സഭാപിതാവ്, അവർ തന്നെ അത്തനേഷ്യസ് എന്ന് പറഞ്ഞ സഭാപിതാവ്, മറിയത്തിന്റെ കൃപയോടുള്ള ആ സഹകരണം വഴിയാണ്, പരിശുദ്ധാത്മാവുള്ള സഹകരണം വഴിയാണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത് പറയുക. മറിയത്തിന്റെ ഉദരം തന്നെ ഒരു പുതിയ സൃഷ്ടിയായി മാറി. യുവർ ക്രിയേഷൻ. ദൈവത്തിന്റെ വലിയ അത്ഭുതം അവിടെ പ്രവർത്തിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയെ നമുക്ക് നൽകി പരിശുദ്ധമറിയം. മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ഒരാളിന്റെ ലക്ഷണങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിലേതെങ്കിലും രോഗശാന്തിപരമോ അത്ഭുത പ്രവർത്തനത്തിന്റെ വരമോ ഒന്നും ഇവിടെ കാണുന്നില്ല പരിശുദ്ധ കന്യാമറിയത്തിൽ. പക്ഷേ പരസ്യ പറയുന്നുണ്ട്, ഉത്കൃഷ്ടമായ വരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് 13-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ വരം സ്നേഹമാണ്. ഞാൻ മനുഷ്യരുടെയും മാലാഹമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ മുടങ്ങുന്ന കൈത്താളമായി മാറും എന്നിൽ സ്നേഹമില്ലെങ്കിൽ എന്നുള്ള മനോഹരമായ ആ ഭാഗം നമുക്കറിയാവുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഉടൻ തന്നെ എലീശായെ സന്ദർശിക്കുവാൻ പോവുകയാണ്. ഇടുക്കത്തിൽ മലമുകളിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ ഒരു ലക്ഷണം അതാണ്. ശുശ്രൂഷിക്കുവാൻ, സ്നേഹിക്കുവാനുള്ള ഉറവ നിരന്തരം ഒഴുകുന്നത് പോലെ നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ പ്രവാഹമാണ് കഥാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അത് അവിടെ മാത്രമല്ല, തുടർന്നുള്ള പല സംഭവങ്ങളിലും കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വീഞ്ഞില്ല, അവരുടെ കുറവ് മനസ്സിലാക്കി ആ സ്നേഹത്തിന്റെ ശുശ്രൂഷ അവിടെ തുടരുകയാണ്. ഈശോയുടെ പരസ്യ ശുശ്രൂഷ വേളയിൽ പരിശുദ്ധ കന്യാമറിയം അവിടെ ഓടിയെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ കുരിശിന്റെ ചുവട്ടിൽ ഓടിയെത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളം ആ വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവിക സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ 3 മാസത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുള്ളൂ. ദൈവസ്നേഹം ഉണ്ടാകും. ആ ദൈവസ്നേഹത്തിന്റെ വലിയ മാതൃക പരിശുദ്ധ കന്യാമറിയം കാണിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആത്മാവ് നിറഞ്ഞ വലിയൊരു പ്രത്യേകതയാണ്, പരിശുദ്ധാത്മാവ് നിറയുമ്പോഴുള്ള വലിയൊരു പ്രത്യേകതയാണ്. കൊളോസ്യസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം. തുടർന്ന് പറയുകയാണ്, മിശിഹായുടെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. കൊളോസ്യസ് ലേഖനം 3-ാം അധ്യായം 16 മുതൽ പറയുകയാണ്. എല്ലാ വിജ്ഞാനത്തോടും കൂടി പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നന്ദിപൂർവ്വം ദൈവത്തിന് ഹൃദയത്തിൽ ഗാനം ആലപിക്കുവിൻ. വചനത്താലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്യുന്നതെല്ലാം കർത്താവ് ഈശോയുടെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ഒരാളുടെ അധരങ്ങൾ എപ്പോഴും സങ്കീർത്തനങ്ങൾ ഉരുവിടും, ദൈവസ്തുതികൾ ഉരുവിടും, ആത്മീയ ഗീതങ്ങൾ ഉരുവിടും. മാതാവിന്റെ മനോഹരമായ ആത്മീയ ഗീതമാണല്ലോ മറിയത്തിന്റെ സ്തോത്ര ഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവസ്തുതി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആണ് ദൈവസ്തുതി. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ പരാതികളും പരിദേവനങ്ങളും കാഴ്ചവെക്കുന്ന ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട്. അത് ലഭിച്ചില്ല, എനിക്കിത് ലഭിച്ചില്ല. അങ്ങനെ പരാതികളും പരിദേവനങ്ങളും അല്ല, ദൈവത്തിന്റെ മുമ്പിൽ ദൈവം നൽകിയതിന് നന്ദി പറയുകയാണ്. അങ്ങനെ നന്ദിയുടെ സ്തുതിയുടെ ഒരു ജീവിതമാണ്. അതാണ് കൃതജ്ഞതാ സ്തോത്രത്തിന്റെ ജീവിതം. അറിയാം, ആ കൃതജ്ഞതാ സ്തോത്രം ആരംഭിച്ചു ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുക. പരിശുദ്ധ മാതാവ് പഠിപ്പിക്കുന്ന വലിയൊരു മാതൃകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ഫലമാണ് ആ ദൈവികമായ
ആ നന്ദി പ്രകാശനത്തിന്റെ ഗീതങ്ങൾ, സ്തുതിഗീതങ്ങൾ, ദൈവസ്തുതി ആലപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കേണ്ടത് എന്ന് മാതാവ് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളാൽ നയിക്കപ്പെട്ടാൽ, സ്വാർത്ഥ ആഗ്രഹങ്ങളാൽ നയിക്കപ്പെട്ടാൽ, മറ്റുള്ളവർക്ക് തിന്മ വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നയിക്കപ്പെട്ടാൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഗലാത്യ ലേഖനത്തില് വിശദമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുവിൻ. ഗലാത്യ 5:16. ആത്മാവിനാൽ, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവിൻ. ആത്മാവാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ നിയമത്തിന് വിധേയരല്ല. തുടർന്ന് 18-ാം വാക്യത്തിൽ പറയുന്നു ആത്മാവിൽ നയിക്കപ്പെടുന്നു. അപ്പം ജഡത്തിന്റെ പ്രവർത്തികളാലല്ല നയിക്കപ്പെടേണ്ടത്. ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അശുദ്ധിയും വിഗ്രഹാരാധനയും വ്യഭിചാരവും ശത്രുതയും കലഹവും അസൂയയും കോപവും സ്വാർത്ഥതയും ഭിന്നത, കക്ഷി മത്സര്യം, വിദ്വേഷം, മദ്യപാനം, മതോന്മത്തത തുടങ്ങിയവയാണ്. ഇതൊക്കെ ജഡിക പ്രവർത്തനങ്ങളാണ്. ഇവയെല്ലാം ആത്മാവിന്റെ ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്തൊക്കെയാണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ? മറിയത്തെ നോക്കി പൗലോസ് എഴുതുന്നത് പോലെയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർവ്യാജമായ പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹം, സന്തോഷം, എന്റെ ആത്മാവ്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, സമാധാനം. എലീശയുടെ വീട്ടിൽ ചെന്ന് മറിയം എലീശോയ്ക്ക് സ്തുതി, സമാധാനം എന്ന് പറഞ്ഞു. അതാണ് സമാധാനം. ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന, കുരിശിൻ ചുവട്ടിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന മാതാവ്. ക്ഷമ, ദയ, മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഓർത്ത് അവരോടുള്ള ദയ, അവർക്ക് നന്മ ചെയ്യുവാനുള്ള താല്പര്യം കാനായിലെ വിവാഹവിരുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. മറിയത്തിന് ദയയും നന്മയും. വിശ്വസ്തത, ദൈവത്തോടും ഉള്ള വിശ്വസ്തത. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ആ ശിശുവായ ഈശോയെ കൂട്ടിക്കൊണ്ടു പോകുന്നു, വളർത്തുന്നു, നഷ്ടപ്പെട്ടു പോകുമ്പോൾ കണ്ടെത്തുന്നു. അങ്ങനെ ദൈവികമായ വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മുഖം സൗമ്യതയുടെ ഒരു മുഖമാണ്, ആർദ്രത നിറഞ്ഞൊരു മുഖമാണ്. മാതാവിന്റെ ഐക്യനെ കുറിച്ച് പറയുന്നത് ഐക്യങ്ങളെല്ലാം ടെൻഡർ ഹാർട്ട്, ആ ആർദ്രത നിറഞ്ഞ മുഖത്തോടു കൂടിയാണ് മാതാവ് നോക്കുന്നത് എല്ലാവരെയും. അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വലിയ മാതൃകയാ. പരിശുദ്ധ കന്യകാമറിയം, ആ കന്യകാമറിയത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇന്നും സഭയിൽ തുടരുകയാണ് എന്നാണ് സഭാപിതാക്കന്മാർ. ജസ്റ്റിൻ എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭാപിത അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന ആ അപ്പവും തിരുശരീര രക്തങ്ങളായി മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്താൽ കർത്താവിന്റെ ശരീരം ഉരുവായതുപോലെ ഇന്ന് വിശുദ്ധ ബലിപീഠത്തിൽ ദൈവവചനത്താൽ കർത്താവിന്റെ ശരീരം ഉരുവാകുകയാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ താബർനാക്കിളിൽ, അതായത് പരിശുദ്ധാത്മാവ് കൂടാരം അടിക്കുന്നു മാതാവിൽ. ഇതുപോലെ തന്നെ ഓരോ കുർബാന അർപ്പണത്തിലും, അതായത് പൗരസ്ത്യകളുടെ കുർബാന അർപ്പണത്തിലൊക്കെ ഗൃഹാക്ഷണ പ്രാർത്ഥന, മഗ്നാനുമസ എന്ന് പറയും. പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങുന്ന ആ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഓരോ ബലിപീഠത്തിലും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെയും വീഞ്ഞിനെയും വിശുദ്ധീകരിച്ച് കർത്താവിന്റെ ശരീരങ്ങളാക്കി മാറ്റുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധ കന്യാമറിയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ കന്യാമറിയത്തിൽ ഈശോയുടെ ശരീരവും രക്തവും ഈശോ ഉരുവായതുപോലെ ഇന്ന് കൗദാശികമായി ഓരോ ബലിപീഠത്തിലും പരിശുദ്ധ കുർബാന ഉരുവാവുകയാണ്. അപ്പോൾ കൗദാശികമായി നാം സ്വീകരിക്കുന്നത് ഈശോയുടെ ശരീരവും രക്തവും കൗദാശികമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യാവതാരം ചെയ്ത ഈശോ, ഉദ്ധിതനായ ഈശോ, അതിന്റെ ഒരു മാതൃക, അതിന്റെ ഉറവിടം എവിടെയാണ് കാണുന്നത്? പരിശുദ്ധ കന്യാമറിയത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന് ജോൺ മാതാവ് പറയുന്നു. മാതാവൻ ആ
ഈശോയുടെ മനുഷ്യാവതാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മറ്റൊരു സഭയിൽ തുടരുകയാണ്. ഓണറവൻ നമുക്കൊക്കെ പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് സഭയിൽ, അതെങ്ങനെയാണ് എന്ന് പഠിക്കുവാനുള്ള ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ മാതാവാണെന്ന്. പരിശുദ്ധ മാതാവിന്റെ ആ മാതൃക പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി, പരിശുദ്ധാത്മാവിന്റെ ആലയമായി, പരിശുദ്ധാത്മാവിനെ സംവഹിക്കുന്നവളായി, പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നവളായി പരിശുദ്ധ കന്യാമറിയം മാറി. ഇതുപോലെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ മാതാവിനുണ്ടായിരുന്ന ആ സ്നേഹവും ആർദ്രതയും നന്മയും വിശുദ്ധിയും ക്ഷമയും ഒക്കെ നമ്മളിലും ഉണ്ടാകും. നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച്, ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിച്ച മാതാവിന്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. നമ്മുടെയും ജീവിതത്തിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ ഷെക്കിന, വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാനും മറിയത്തിന്റെ ആ മാതൃകയനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുവാനും ദൈവാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറയുവാനും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.